ഇവിടെ സാറ് നേരത്തെ പറഞ്ഞു ഗുരു കൃപയെ കുറിച്ച് പറഞ്ഞു. ഇത്ര യോഗ്യതയില്ലാത്തൊരു വ്യക്തിക്ക് പോലും ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കിട്ടിക്കഴിയുമ്പോൾ അവരെ അസാധാരണമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് അത് മാറുന്നു. അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം കൂടി ഒന്ന് പറയാമോ സർ? അല്ല, ലക്ഷ്മി പറഞ്ഞത് യോഗ്യത ഇല്ലാത്ത ഒരാളെ ഒരു ഗുരുവും അനുഗ്രഹിക്കില്ല. ഇല്ല, അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് കഴിവുകൾ ഇല്ല എങ്കിൽ പോലും നമ്മൾ ഗുരുകൃപയിൽ കൂടി കമേഴ്ഷ്യലായിട്ട് ഇപ്പം വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവര് എന്റെ ഗുരു ഇന്നാളാണ് എന്ന് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആശ്രമത്തില് ഡൊണേഷൻ കൊടുത്തിട്ട് ചേരുന്നവരുണ്ടാവും. ഇതൊന്നും ഇന്ന് കാണുന്ന പല കമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രങ്ങൾ പലരും വന്ന് ചോദിക്കണ്ടേ ആ മന്ത്രം എന്തിനു? ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ആ മന്ത്രം അറിയില്ല, എന്നിട്ട് വേണ്ട ഇപ്പൊ നിങ്ങൾക്ക് ഇത് കമേഴ്ഷ്യൽ ആയിട്ട് മന്ത്രം കൊടുക്കാന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ടേ. ഞാൻ പറഞ്ഞു മഹാമന്ത്രം നിങ്ങളുടെ കയ്യിലിരിക്കല്ലേ, പിന്നെ അതിലപ്പുറം ഒരു മന്ത്രം തേടിയിട്ട് അങ്ങനെ മന്ത്രം കൊടുക്കുന്ന ഗുരുക്കന്മാരെ അല്ല ഞാൻ പറഞ്ഞു, അങ്ങയുടെ ഗുരുവിനെ പോലെ അങ്ങനെ കൊടുക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് മഹാമന്ത്രം എന്ന മന്ത്രം എല്ലാവർക്കും കലികാലത്ത് കൊടുത്തിട്ടുണ്ട്. മഹാമന്ത്രം എന്ന മന്ത്രം കലികാലത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മഹാമന്ത്രം ഏതാ? ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ എന്ന് ചൊല്ലുന്ന മന്ത്രം അത് മഹാമന്ത്രമാണ്. അതിനേക്കാളും ബലവത്തായിട്ടുള്ള ഒരു മന്ത്രം ഏതാ ഉള്ളത്? എന്നിട്ട് ഏതോ ഒരാൾക്കാരുടെ കൂടെ പോയിട്ട് മന്ത്രം ചൊല്ലാം. നമ്മുടെ സഹസ്രനാമങ്ങൾ പഠിച്ചു, അതിന്റെ ഓരോരാൾക്കും അവരവരുടെ സഹസ്രനാമങ്ങൾ ഇങ്ങനെ കമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ മാറ്റി പോകുന്നത്. അതുകൊണ്ട് ഒരാൾക്കും ഒരു ഗുരുവിനെ, ഒരു ശിഷ്യനെ ഗുരുവിനും ടെസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അന്യോന്യം ടെസ്റ്റ് ചെയ്യണം. ഞാൻ യോഗ്യനാണ് എന്ന് എന്റെ ഗുരുവിന് തോന്നണം, എന്റെ ഗുരു യോഗ്യനാണ് എന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഉണ്ടാവുന്നൊരു ബോണ്ടേജ് ആണ് ഗുരു ശിഷ്യ ബന്ധം. അത് എന്തെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. കൂടെ അനുഭവിക്കുകയും കൂടെ പഠിക്കുകയും കൂടെ ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. അത് ചെറിയ ചെറിയ സംഭവങ്ങളിലും നമ്മൾ പലപ്പോഴും അത് കാണുമ്പോഴാണ്, അത് അറിയുമ്പോഴാണ്, അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ്, അവരുടെ കൂടെ ജീവിക്കുമ്പോഴാണ്, അവർക്കെല്ലാം സമർപ്പിക്കുകയാണ്. നമ്മൾ കാലിൽ വീഴുന്നതിന് അർത്ഥം എന്താണ്? ഞാൻ അങ്ങയുടെ കാലിൽ വീഴുന്നു എന്ന് പറഞ്ഞ് വീഴുമ്പോൾ വെറുതെ ചെയ്യുന്നതല്ല കാലിൽ വീഴുന്നത്. എല്ലാവരോടും പറയാനുള്ളതല്ല പാദനമസ്കാരം. പാദനമസ്കാരം പറയുന്നത് അതിന് യോഗ്യരായിട്ടുള്ളവരടുത്ത് ഒരാളുടെ കാലിന്റെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാണുന്നവരുടെ ഒക്കെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ചിന്ത അങ്ങയുടെ പിന്നാലെയാണ് എന്നാണ് ഞാൻ കാലിൽ നമസ്കരിക്കുമ്പോൾ പറയുന്നത്. അങ്ങ് എവിടെയാണോ ചരിക്കുന്നത് ആ ചരണത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നാണ്. ചരണം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്നാണ്. അവര് പോകുന്ന വഴിയിലാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരുടെ വഴിയിലും ഞാൻ പോയാൽ എവിടെ എത്തില്ല. എല്ലായിടത്തും കുഴിച്ചാൽ ഓരോ ഫീറ്റ് കുഴിച്ചാൽ വെള്ളം കിട്ടുമോ? കിട്ടില്ല. ഒരു സ്ഥലത്ത് തന്നെ കുറേ കുഴിച്ചാലേ വെള്ളം കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഗുരുഭക്തി ഇല്ല, ഫലമില്ല, ഒരാളെയും വിശ്വാസമില്ല? എത്രയോ ആൾക്കാരുണ്ടെന്ന് ചോദിക്കും. ഞാൻ 10 ആളുടെ അടുത്തായി പോകുന്നു, എന്നിട്ട് ഒരു ഫലവും കിട്ടില്ല. 10 ആളടുത്ത് പോകുന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെ 11ാമത്തെ ആളാണ് ഞാനെന്ന് അറിയുമ്പോൾ എനിക്കറിയാം ഇവൻ അധികകാലം ഉണ്ടാവില്ല നമ്മുടെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈയൊഴിയാ ചെയ്യാം. നമുക്കതിന് സമയമില്ല. ഇനി അതേ സമയത്ത് അതിന് കാശ് മേടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എന്റെ അടുത്ത് വരുന്നവർക്ക് ആദ്യം പറയേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താത്തത്? ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ആദ്യം ഞാൻ കമേഴ്ഷ്യൽ ആവും, ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. എന്റെ മനസ്സിൽ ഭഗവാനല്ല, ഞാൻ ഭഗവത്ഗീതയാണ് പറയുന്നത്, പക്ഷെ എന്റെ മനസ്സിൽ ഭഗവാനല്ല. ഇന്നത്തെ സിമെന്റ് ആരാ സ്പോൺസർ ചെയ്യുക? ഞാൻ ടി വിയിൽ അരമണിക്കൂർ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സമയത്ത് ഇത് സ്പോൺസേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലോ സിംഗപ്പൂരോ ഉള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്യണേ. അപ്പൊ ആ സ്പോൺസറെ പിടിക്കുന്ന ആവശ്യത്തിനാണ് ഞാൻ കഥ പറയുന്നത്, അല്ലാണ്ട് എന്റെ ഭക്തി കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു കഥയുണ്ട്. ഒരു മോഷ്ടാവ് ഈ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാതാരവിന്ദങ്ങൾ മുതൽ തലവരെയുള്ള കേശപാദം കംപ്ലീറ്റ് സ്വർണങ്ങളും വേഷഭൂഷാദികളൊക്കെ ഉള്ള കഥ കേട്ടിട്ടുള്ള കള്ളന്റെ കഥ അറിയും. അപ്പൊ അദ്ദേഹം ഇത് കേട്ടിട്ട് പൂർണ്ണമായിട്ട് കള്ളന് വിശ്വാസമാണ്, കാരണം കള്ളന് വിവരമില്ല. അത് കേട്ട് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞ ആള് പുറത്തു വരുന്ന സമയത്ത് കള്ളൻ ഉടനെ കത്തി കാണിച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ നിങ്ങളൊരു ആളുടെ കഥ പറഞ്ഞില്ലേ, കൃഷ്ണനോ എന്താണ് പേര്, അയാളുടെ വീട് എവിടെയാന്ന് കൃത്യമായിട്ട് പറയും, ഇന്ന് ഞാൻ മോഷ്ടിക്കാൻ പോവാണ്. കാരണം ഇത്രയും വേഷഭൂഷാദികളും സ്വർണവും എന്തൊക്കെ കിരീടം മുതൽ താഴത്ത് വരെ കംപ്ലീറ്റ് എന്തൊക്കെയാ ഉള്ളത്, വൈഡൂര്യമുണ്ട്, സ്വർണമുണ്ട്. ഈ വ്യക്തിയൊക്കെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള, എന്റെ ജനറേഷൻസ് ജീവിക്കാനുള്ള കാശുണ്ടാവും. അയാൾ പറഞ്ഞ കഥ പറഞ്ഞതാണ്, അങ്ങനെ ഒരാളില്ല, അത് സങ്കല്പം മാത്രമാണ്, ഇതൊക്കെ തട്ടിപ്പാണ്, എന്റെ വയറ്റിപ്പഴപ്പിനോടെയാണ്. കള്ളം വിചാരിച്ചത് പൂർണ്ണമായിട്ടും വിശ്വാസമാണേ.
ഇതുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇപ്പൊ കാച്ചിക്കളയും, അഡ്രസ്സ് പറഞ്ഞോളാൻ പറയും. ഉടനെ അയാൾ അഡ്രസ്സ് പറഞ്ഞു. ഇന്ന് വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ വലിയൊരു മതിൽ കാണും, അത് ചാടി ഉള്ളിൽ കടന്നാൽ അതിന്റെ ഉള്ളിൽ വേറൊരു മതിൽ കാണും. ഓ ശരിയാ, കുറെ മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ റിച്ച് ആവണല്ലോ. അതിന്റെ ഉള്ളിൽ ഒരു മതിലും കൂടി ഉണ്ട്, അതും കൂടി കടന്നാൽ ചെറിയൊരു വീട് കാണും, ആ വീട്ടിനകത്താണ് അയാൾ ഇരിക്കുന്നത്. ഇത് അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്. ഇയാള് മതിലൊക്കെ ചാടി ഉള്ളിലെത്തുന്ന സമയത്ത് വേഷഭൂഷാദികളോട് ഭഗവാൻ ഇരിക്കണു, അവിടെയും കാണിച്ചു കത്തി, എല്ലാം അയച്ചു തരാൻ പറഞ്ഞു. എല്ലാം അയച്ചു തന്നിട്ട് ഇത് സാധാരണ ഈ കള്ളൻ 30% കമ്മീഷൻ കൊടുക്കാറുണ്ട്, ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കൊണ്ടുപോയിട്ട് ഈ സപ്താഹം പറഞ്ഞ ആൾക്ക് പറഞ്ഞു 30% കമ്മീഷൻ എടുത്തോളാം പറഞ്ഞു. ഇത്രയും കാലം കഥ പറഞ്ഞിട്ടും എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ കള്ളന് കാണാൻ സാധിച്ചു. പൂർണ്ണമായ വിശ്വാസവും അർപ്പണബോധവും ഡെഡിക്കേഷൻ എന്ന് പറയുന്ന അതാണ്. അതുണ്ടാവുമ്പോഴാണ്, അതില്ലാത്ത കുറേ ആൾക്കാർ ഈ കഥ പറഞ്ഞിട്ട് എത്രയോ ആൾക്കാരുണ്ട്, അവരൊക്കെ കാശ് മേടിച്ചിട്ട് കഥ പറയും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാശ് മേടിച്ച് ശിഷ്യന്മാരെ മേടിക്കും, അത് കഴിഞ്ഞിട്ട് അവരെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കും, അത് കഴിഞ്ഞിട്ട് അവരെ സ്പോൺസർമാരെ കണ്ടുപിടിക്കാൻ ഏൽപ്പിക്കും, എന്നിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും. ഇല്ലേ? ഇതല്ല ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും അവരെയാണ് ഗുരു. ആ ഗുരുക്കന്മാര് എന്ന് പറയുന്നത് അവർക്ക് യാതൊരു മോഹവും ആഗ്രഹവും ഇല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് വേണ്ടി വേറെ ആരോ എന്തോ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. അങ്ങനെയുള്ള കുറേ സ്വാമിമാരുണ്ട്. ഇപ്പം എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള, എനിക്ക് തോന്നുന്നില്ല ചിന്മയ സ്വാമിക്ക് എന്തെങ്കിലും അസറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ പേരിലുണ്ടായിട്ടുള്ളത്. ചിന്മയ മിഷൻ എന്ന് പറയുന്നത് വേറെ ആരോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിഷനാണ്. രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയത് രാമകൃഷ്ണൻ അല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ ഗുരുക്കന്മാർക്കും അവരുടെ പേരിൽ അവർ അസറ്റ് ഉണ്ടാക്കല്ല വേണ്ടത്. ബാക്കിയുള്ളവരെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊപ്പഗേൻഡ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിന്നു കൊടുക്കുന്നത് ചിലപ്പം ശരിയായിരിക്കും. അവരെയാണ് നമ്മൾ ഗുരുക്കന്മാരായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെ തുപ്പി നടക്കേണ്ട ഒരു ഗതി വന്നാല് എനിക്ക് ഭഗവാനെ അല്ല കാണാൻ പറ്റുക, കമേഴ്ഷ്യൽ ആയിട്ടാണ് പോവുക. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ അറിയണം, ഏത് ഭാവത്തിലാണ്. അത് ടെസ്റ്റ് ചെയ്യണം. ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള 8 വർഷം കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ, 10 വർഷം കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ, അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അതില് കുറെ പ്രാവശ്യം നമ്മൾ റിജക്ട് ചെയ്തിട്ട് പിന്നെയും വന്നിട്ടുള്ളവരുണ്ടാവും. ശിഷ്യന്മാർ എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവണമെന്നില്ല. അവർ റിജക്ട് ചെയ്ത് പോകും, പിന്നെയും തിരിച്ചു വരും, പിന്നെയും റിജക്ട് ചെയ്യും. അവർക്ക് നമ്മുടെ ഈ ഫ്രീക്വൻസി മനസ്സിലാക്കാനും നമ്മുടെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനും ഒന്നും സാധിക്കില്ല. ആ ചൂടൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഓ അദ്ദേഹം ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാ പറഞ്ഞത്, എന്നാ ഒന്നുകൂടി പോയി നോക്കാം. അപ്പൊ നമുക്ക് ഒരു 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 ബുദ്ധിമുട്ടും ഇല്ലാതെ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയും കൂടി വേണം. അങ്ങനെയുള്ളൊരു മനോഭാവമുള്ളവരെ നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റും. ആ ഒരവസ്ഥയിൽ വരുമ്പോ ഒരു ഒന്നും മോഹിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്യുമ്പോഴാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്യുന്നത്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അത് ആ ചിന്ത ശിഷ്യനും ഉണ്ടാവണം, ഗുരുവിനും ഉണ്ടാവണം, എങ്കിലേ ആ ഒരു നന്മ ഉണ്ടാവും. വളരെ വ്യക്തമായിരുന്നു സാർ ആ ഉത്തരം. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു സത്യം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് സാർ വ്യക്തമായി തന്നു. അതുകൊണ്ടല്ലേ ഞാൻ പലപ്പോഴും പറയുന്നത്, എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് എന്നെ തിരുമേനി പഠിപ്പിക്കുമ്പോൾ എന്റെ അർത്ഥവ്യാപ്തി എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്നാണ് എല്ലാ പ്രാവശ്യവും ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ യഥാർത്ഥ ഗുരു ശിഷ്യ ബന്ധം, അങ്ങയുടെ ഗുരുക്കന്മാരുമായിട്ടുള്ള ബന്ധം, അവരുടെ മരണശേഷവും നമുക്ക് ആ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കും അല്ലേ സാർ? അത് എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായിട്ടൊന്ന് പറയാം. ഞാനൊക്കെ റിച്ചസ്റ്റ് ഓഫ് ദ റിച്ചസ്റ്റ് ഗുരു. സ്വാമി രാമ, സ്വാമി വേദഭാരതി എന്നൊക്കെ പറയുന്നത് ചീഫ് മിനിസ്റ്റർ പോലും അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ കൊടുക്കാത്ത ആൾക്കാർ അവരൊക്കെ. നോട്ട് ഗിവ്. എന്റെ ഭാഗ്യത്തിനൊക്കെ എത്രയോ നൂറുകണക്കിന് ശിഷ്യന്മാര്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരും വർഷങ്ങളായിട്ട്. എന്താണെന്നറിയോ, സ്വാമി വേദഭാരതിയൊക്കെ ഞാൻ കാണാൻ പോകുന്ന സമയത്ത് നെതർലാൻഡ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, 80 വയസ്സായിട്ടുണ്ട്. അവര് 4 പ്രാവശ്യം ആശ്രമത്തിൽ തട്ടിത്തടഞ്ഞ് വീണിട്ടുണ്ട്. 400-ലധികം ദിവസങ്ങളായി കാത്തിരിക്കുന്നു ഗുരുവിനെ ഒന്ന് കാണാൻ. അതേ ആശ്രമത്തിൽ നിൽക്കുകയാണ്, സെന്റർ ഓഫ് ദ ബിൽഡിംഗ്, വലിയൊരു ലൈബ്രറിയുടെ ഉള്ളിലാണ് ഗുരു താമസിക്കുന്നത്, സ്വാമി വേദഭാരതി. ഇവർക്കൊക്കെ താമസിക്കാൻ വലിയ ക്വാർട്ടേഴ്സ് ഉണ്ട്. സ്വാമി രാമ ആശ്രമം എന്നിട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാം, കുറെ ചെറിയ ചെറിയ കുടിലുകൾ പോലെയാണ്. കുടിലല്ല, അതൊക്കെ എയർ കണ്ടീഷൻ റൂമുകളാണ്. ഇതെല്ലാം ഫോറിൻ സന്യാസിമാരല്ല. അപ്പൊ അവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടത് 400 ദിവസമായി. ഒരു കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ഐഡിയ വെച്ച് കോൺഫറൻസ് നടത്താനാണ് ഞാൻ പോകുന്നത്. ഇവരൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഐ കനോട്ട് കം. അപ്പൊ വേറൊരു ശിഷ്യ എന്നോട് പറഞ്ഞു,
സ്വാമി വേണം എന്ന് പറഞ്ഞാല് അവിടെ ഐ കനോട്ട് കം എന്നൊരു വാക്കില്ല. അത് സ്വാമി അല്ല പറയുന്നത്, വേറെ ആൾ മെസ്സേജ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ യു ആർ നോട്ട് സപ്പോസ് ടു ടെൽ ദാറ്റ് യു കനോട്ട് കം. അങ്ങനെയാണെങ്കിൽ ആ ഗുരു ശിഷ്യ ബന്ധം അവിടെ തീർന്നു എന്നുള്ളതാണ്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ശിഷ്യനാവുന്നത്. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞ സമയത്താണ് മനസ്സിലാവുന്നത് അവിടെ എത്രയോ ആൾക്കാർ സ്വാമിജി ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്നെ കണ്ട സമയത്ത് രാത്രി പറഞ്ഞു നൈറ്റ് വി വിൽ ഹാവ് ഡിന്നർ എന്ന് മെസ്സേജ് തന്നിരിക്കും. നേരിട്ടല്ല, ഒരാൾ മെസ്സേജ് പറയാണ്. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ അതുവരെ കോൺഫറൻസിലുള്ള കംപ്ലീറ്റ് പ്ലാനിങ് തീർന്നിട്ട്, ഞാനാണെങ്കിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് എല്ലാം എഴുതിയിട്ട് വലിയ പാഡില് കംപ്ലീറ്റ് ഓരോരാൾ എവിടെ റിസീവ് ചെയ്യണം, എങ്ങനെയാണ് പോവുക, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി ഇതൊക്കെ ബ്രീഫ് ചെയ്യാൻ റെഡി ആയിട്ടാണ് പോകുന്നത്. കാരണം രാത്രി ഡിന്നറിന് പോകുമ്പോൾ ഇത് ബ്രീഫ് ചെയ്യണമല്ലോ. ഈ നോട്ടുമായിട്ടാണ് ഞാൻ ഡിന്നറിന് പോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് വേറെ ആരെയും കാണുന്നില്ല, ഞാനും സ്വാമിയും മാത്രം. എന്നെ പരിചയപ്പെടുത്തി എന്നെ കൊണ്ടുപോയിട്ടുള്ള എന്റെ മെസ്സഞ്ചർ ആയിട്ട് വന്നിട്ടുള്ള ഒരാളും ഓടിയില്ല, ഞാനും സ്വാമിജി മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാമിജിക്ക് എന്റെ അടുത്ത് ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടാണല്ലോ ഞാൻ പോകുന്നത്, അതൊക്കെ ബ്രീഫ് ചെയ്യാനായിരിക്കും, സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു സ്വാമിജിയോട്, നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടാണ്, വേറെ ആരും ഇല്ലേ? ഇല്ല, യു ആർ ദ ഗസ്റ്റ്, ഓൺലി വി വിൽ ഹാവ് ഡിന്നർ. അപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. സി യു കെയിം ഫോർ എ ഡിന്നർ, ഇതൊക്കെ തിരിച്ചു വെച്ചോളാം. അത് കഴിഞ്ഞിട്ട് മുമ്പിൽ ചപ്പാത്തി ഉള്ള സമയത്ത് ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കും. ആർ യു എൻജോയിങ്? യെസ്. ഡു യു നോ ദ കോസ്റ്റ് ഓഫ് ദിസ് ചപ്പാത്തി എന്ന് ചോദിച്ചോളൂ. ഈ ചപ്പാത്തിയുടെ വില എത്രയാണെന്നറിയോ ചോദിച്ചു. ഞാൻ വിശ്വ ഈ ഒരു കോൺഫറൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ ബഡ്ജറ്റ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ ഈ ചപ്പാത്തിയുടെ വില അറിഞ്ഞിട്ടാണോ ഈ ബഡ്ജറ്റിങ് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ഡിന്നറിന് ഒരു കോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിന്നറിന് ഇത്ര കോസ്റ്റ്, ലഞ്ചിന് ഇത്ര കോസ്റ്റ്, ഇത്രയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടനെ റെഫർ ഒക്കെ ചെയ്തിട്ട് ഞാൻ പറയാണ് യെസ് ഐ നോ ഇറ്റ് മസ്റ്റ് ബി 20 rupees മൾട്ടിപ്ലൈഡ് ബൈ 5 ചപ്പാത്തി ഒരാൾ കഴിക്കുകയാണെങ്കിൽ 100 rupees വരും എന്നൊക്കെയുള്ള നിലയിലാണ്. ബട്ട് ഡു യു നോ ദിസ് ഈസ് നോട്ട് മെയ്ഡ് ഔട്ട് ഓഫ് ആട്ട, ഗോതമ്പിലല്ല ഉണ്ടാക്കിയിരുന്നത്, ലോട്ടസ് സീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ കേട്ടിട്ടേ ഇല്ല ലോട്ടസ് സീഡ് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. ദിസ് ചപ്പാത്തി വിച്ച് യു ആർ ഈറ്റിംഗ് കോസ്റ്റ് 5,000 rupees. യു ഹാവ് ബീൻ ബഗ്ഡ് ബൈ വാട്ട് ജോബ് യു ഹാവ് ഡൺ ഇൻ ദ മോർണിംഗ്. രാവിലെ മുതൽ ചെയ്തിട്ടുള്ള ഈ വലിയൊരു സംഭവം ഉണ്ടല്ലോ, കോൺഫറൻസ് അറേഞ്ച് ചെയ്യാനുള്ള സംഭവം, അതൊക്കെ മനസ്സിൽ കുത്തി നിറച്ച് ബഡ്ജറ്റും എന്നെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടി ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധ ഭക്ഷണത്തിലാണ്. അതുകൊണ്ട് കോൺഫറൻസിനും അല്ല വന്നിരിക്കുന്നത്, അത് അസസ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്, അത് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി അല്ല. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് അതാണ് പ്രസന്റ് മൂവ്മെന്റിൽ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത്. ഈ പ്രസന്റ് മൂവ്മെന്റില് മുമ്പിലിരിക്കുന്ന ചപ്പാത്തി 5,000 rupees വിലയുള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, അത് 20 രൂപയാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം പോയി. അത് ഓരോന്നിനും അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം, അത് എന്താണ്, എങ്ങനെയാണ്. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അതല്ലല്ലോ, ഞാൻ ആ സമയത്ത് ശ്രദ്ധ എവിടെയല്ല, ആ ശ്രദ്ധ അല്ലാത്തത് കൊണ്ട് അതിന്റെ ടേസ്റ്റ് പോലും ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ അന്ന് 3 ചപ്പാത്തി കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് 15,000 രൂപയുടെ ചപ്പാത്തി കഴിച്ചു. അപ്പോ നമ്മൾ ബ്ലൈൻഡ് ആണ് പലപ്പോഴും. നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും അത് മനസ്സിൽ കുത്തിക്കയറ്റി അതെങ്ങനെയാണ് നമ്മുടെ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക. ഒരു കോൺഫറൻസിന്റെ കാര്യം ചോദിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, പോകുന്ന സമയത്ത് എന്നോട് പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഐ നോ വെൻ യു കം യു വിൽ ഡു ഇറ്റ് നൈസ്ലി, യു കൻ ഗോ. ആ ഒരു വിശ്വാസമാണ് ഗുരുവിന് ശിഷ്യനിൽ ഉണ്ടാവേണ്ടതും. ഞാനത് പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതൊക്കെ. ആ ഒരു ജ്ഞാനമില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെ ഗുരുവാകുക? നമ്മൾ അങ്ങനെ അല്ലല്ലോ ഒരാളെ. മിക്കവാറും സംഭവങ്ങളൊക്കെ ചോദ്യം ചെയ്യും. ഞാൻ മേടിച്ച ഓടിന് 10 റുപ്യാണോ 12 റുപ്യാണോ? 12 റുപ്യൻ്റെതാണ് 10 റുപ്യക്ക് മേടിച്ചാൽ എന്തിനാ വില കുറഞ്ഞത് മേടിച്ചത്? അത് 14 റുപ്യ എഴുതി എന്തിനാ 2 റുപ്യ എക്സ്ട്രാ മേടിച്ചത്? ഇതൊന്നും ഉള്ള ഒരാളല്ല നമ്മുടെ കൂടെ കൊണ്ട് നടക്കേണ്ടവര്. പൂർണ്ണ വിശ്വാസം. I believe you and you are working for a better cause, so I have full trust എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവുന്ന സമയത്ത് എവറിത്തിങ് വിൽ റൺ ഫാസ്റ്റ്. അപ്പൊ എന്റെ ഡെഡിക്കേഷൻ കൂടും, എന്റെ കർമ്മത്തിന് എന്റെ ഒരു ശ്രദ്ധ കൂടുതൽ ഉണ്ടാവും. ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക. ഒരു ചോദ്യവും ഇല്ല. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ സാർ? എത്ര മനോഹരമായിട്ട് സാർ അത് ആ ഒരു എക്സാമ്പിൾ സഹിതം സാർ അത് പറയുമ്പോ നമ്മുടെ മനസ്സിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഭഗവാൻ ഏറ്റെടുക്കുകയാണെന്ന് പറയാണ്.
അപ്പൊ ഞാൻ ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ ഏത് ഭാവത്തിലാ പോകേണ്ടത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഗുരു പറയുന്നതായിട്ട് ഞാൻ കാണുമ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാനും ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒരു കണക്കും പറയേണ്ട കാര്യമില്ല. അത് പൂർണ്ണമായിട്ടും സറണ്ടറിങ് ആണ്. ആ തോന്നൽ ഉണ്ടാവാൻ അനുഭവം തന്നെ പറ്റുള്ളൂ. അനുഭവമാണ് ജ്ഞാനം. സാർ അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞ മനസ്സിൽ ഈ ചിത്രങ്ങളൊക്കെ തെളിയുകയാണ്. വേദഭാരതി സ്വാമിയുടെയും സാറിന്റെയും ഒക്കെ ഡെമോൺസ്ട്രേഷൻ ആണ് സാർ ഇപ്പൊ തന്നിരിക്കുന്നത്. ശരിക്കും സ്വന്തം ലൈഫിലൂടെ വളരെ വ്യക്തമാക്കി തന്നു.